Good afternoon. Good afternoon, ma'am. Okay, start ചെയ്യാം നമുക്ക്. ചാപ്റ്റർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായിരുന്നു സ്റ്റോക്ക് കൺട്രോൾ? എന്താണ്? എന്തായിരുന്നു സ്റ്റോക്ക് കൺട്രോള്? ഏത് സാധനം എപ്പോൾ എത്രത്തോളം അല്ലെങ്കിൽ എത്ര ഓർഡർ ചെയ്യണം, അതുപോലെ തന്നെ എത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും സ്റ്റോറേജിനുമായിട്ട് വേണ്ടി വരുന്ന എക്സ്പെൻസസിനെ മിനിമം ആക്കുന്നു. അതിനെ പറയുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോളിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഫിനാൻഷ്യൽ റിട്ടേൺ പരമാവധി ആക്കുക അല്ലെ, മാക്സിമൈസ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓക്കെ, സ്റ്റോക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ റിട്ടേൺ മാക്സിമം ആക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോളിന്റെ ഗോൾസ് നമ്മൾ പറഞ്ഞില്ലേ, എന്തായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്? Provide supplies available when need to maintain constant operations. അല്ലെ, എന്താ പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യണം? അവർക്ക് മതി. ആവശ്യത്തിനനുസരിച്ച് അവര് പറയുന്നതനുസരിച്ച് മാത്രമായിരിക്കണം നമ്മള് സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? To have a stock of goods when required through reduction or purchase. എന്ത് ചെയ്യണം നമ്മള്? ഓരോ സ്റ്റോക്കുകളും നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് ഉപയോഗിക്കാം അല്ലെ. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കുറച്ച് മാസങ്ങളോളം പിന്നെയും ആ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്താണ്? ചുരുക്കി അല്ലെങ്കിൽ പിശുക്കി യൂസ് ചെയ്യുക ഓരോ മെറ്റീരിയൽസ് ആയാലും കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? Retain capital investment at the minimum level possible. അല്ലെ, എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? മിനിമം ലെവൽ ആക്കി മാറ്റാം. അതുപോലെ തന്നെ എന്താണ്? എസ്റ്റാബ്ലിഷ് കൺട്രോൾസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഇൻവെന്ററി. പ്രൊഡക്ഷൻ ആവുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? ഈ ഇൻവെന്ററി കൺട്രോള് സ്ഥാപിക്കേണ്ടതാണ്. അതാണ് 4 ഗോൾസിൽ പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ചെറിയൊരു പാരഗ്രാഫും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത്. നോക്കിയേ. If there is no inventory control, there will be no liability, overstocking or understocking of materials, loss of materials, etc. It is releases a lot of working capital. എന്താ പറയുന്നത്? ഒരു ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ, നോ ഇൻവെന്ററി കൺട്രോൾ അല്ലെ, ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് വരാം അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലില് ഓരോ മെറ്റീരിയൽസ് നമ്മള് എന്താണ് റിസീവ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറേജ് ചെയ്യുമ്പോ നല്ല രീതിയിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് വരാം അല്ലെ, കൂടുതലായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? അണ്ടർ സ്റ്റോക്കിംഗ് അല്ലെ, മെറ്റീരിയൽസ് കുറവായിട്ട് സ്റ്റോക്ക് ചെയ്യാം. അതുപോലെ ലോസ് ഓഫ് മെറ്റീരിയൽസ്, ചിലപ്പോൾ അതിൽ നിന്ന് മോഷണം പോകാം. ആരും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയിലൊക്കെ എന്താണ്? അവിടുത്തെ സ്റ്റാഫുകളായാലും അല്ലെങ്കിൽ മറ്റു പല സ്റ്റാഫുകളായാലും വന്നിട്ട് ഈ മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ലോസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മോഷണം സംഭവിക്കാം, കളവ് സംഭവിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാകുന്നുണ്ട്, അണ്ടർ സ്റ്റോക്കിംഗ് സംഭവിക്കാം, അതുപോലെ ലോസ് ഓഫ് മെറ്റീരിയൽസ്. ക്ലിയർ ആയോ 3 കാര്യങ്ങളും? ഇനി എന്താ പറയുന്നത്? ഇറ്റ് റിലീസസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതൊരു നല്ലൊരു പ്രവർത്തന ചിലവ് വരുത്തുന്ന ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, ഇനി എന്താണ്? ഇനി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിസർവ് സ്റ്റോക്ക്.
ഓക്കെ, റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് പറയുന്ന വേറൊരു പേരാണ് എന്ത്? ബഫർ സ്റ്റോക്ക്. എന്താണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല്? എന്താ റിസർവ് സ്റ്റോക്ക്? റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കരുതൽ സ്റ്റോക്ക് എന്നാണ് അർത്ഥം കേട്ടോ. കരുതി വെച്ചത്. ഓക്കെ, കരുതി വെച്ച സ്റ്റോക്ക് അല്ലെങ്കിൽ കരുതൽ സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് ബഫർ സ്റ്റോക്ക്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, റിസർവ് സ്റ്റോക്ക് ഈസ് the stock kept to provide uncertainties in consuming rate or leading time of the material. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കരുതി വെച്ച സ്റ്റോക്ക് അല്ലെ. ഞാൻ പറഞ്ഞു എന്താണ്? എക്സാമ്പിൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ പലചരക്ക് കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഓരോ പെട്ടിയിലാക്കി അല്ലെങ്കിൽ കപ്പയിലാക്കി ടിന്നിലാക്കിയൊക്കെ വെക്കും അല്ലെ. എന്തിനാണ്? കരുതി വെക്കുന്നതല്ലേ. മറ്റാരെങ്കിലും റിലേറ്റീവ്സോ വിരുന്നുകാരൊക്കെ വരുമ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കരുതി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്താണ് കുറച്ചുകൂടി ഇങ്ങനെ പിശുക്ക് അല്ലെങ്കിൽ കരുതി വെക്കുന്നതാണ് അല്ലെ. പിശുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കുറെ നാളത്തേക്ക് കൂടി അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് കരുതൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. മറ്റു പല ആൾക്കാരോ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോ അതിൽ നിന്ന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരുതി വെക്കാറുണ്ട്. കരുതി വെക്കാറുണ്ടോ നിങ്ങള്? ചെയ്യാറുണ്ട് അങ്ങനെ? അതാണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, എന്താണ് കൺസ്യൂമിംഗ് റേറ്റ് ഓർ ലീഡ് ടൈം മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലെ. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസർട്ടനിറ്റി തീർച്ചയില്ലാത്തത് അല്ലെ. തീർച്ചയില്ലാത്ത അവസ്ഥ, അതിനെയാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്താണ് മെഡിസിൻസ് ഒക്കെ ആളുകൾക്ക് പേഷ്യൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന റേറ്റ്, കൺസ്യൂമിംഗ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഹൈ ആകും അല്ലെ. അങ്ങനെയല്ലേ സംഭവിക്കാറ്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പേഷ്യൻസ് വാങ്ങിക്കൊണ്ട് പോകുമ്പോ ആ മെഡിസിൻസിന്റെ ഉപയോഗം അല്ലെങ്കിൽ മെഡിസിൻസ് അവിടെ ഉണ്ടാവുന്നുണ്ടോ? അവർക്ക് എടുത്ത് കൊടുക്കുമ്പോ അവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. കൺസ്യൂമിംഗ് റേറ്റ് എന്ന് പറഞ്ഞാല് ആ ഉപയോഗിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന റേറ്റ്, കൺസ്യൂമിംഗ് റേറ്റ് കേട്ടോ. കൺസ്യൂമിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ ആ സാധനം നമ്മൾ ഉപയോഗിക്കുന്ന റേറ്റ് ആണ് കൺസ്യൂമിംഗ് റേറ്റ് ആവുന്നത്. അപ്പൊ കൺസ്യൂമിംഗ് റേറ്റ് ഹൈ ആവുകയും അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫാർമസിയിൽ നിന്ന് രോഗികൾക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ മെഡിസിൻ എടുത്ത് കൊടുക്കുമ്പോൾ അതിന്റെ മെഡിസിന്റെ ഉപയോഗം അവിടെ ഹൈ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ലീഡ് ടൈം. ലീഡ് ടൈം എന്താ? ലീഡ് ടൈം ഓർഡർ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ അല്ലെ. ആ ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു മെറ്റീരിയൽസ് ഇപ്പൊ ഒരു മെഡിസിൻ ഓർഡർ ചെയ്തു, അതിനുശേഷം നമ്മുടെ കയ്യിലേക്ക് ഓർഡർ ചെയ്തതിനു ശേഷം കിട്ടുന്നത് വരെയുള്ള ടൈമാണ്. അപ്പൊ ആ ലീഡ് ടൈം കൂടുതലാകുമ്പോ നമ്മൾ എവിടെ നിന്നാണ് ഇനി ബാക്കി എന്തെങ്കിലും മെഡിസിൻസ് പേഷ്യൻസിന് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ എവിടെ നിന്ന് എടുക്കും? നമ്മള് എവിടെ നിന്ന് എടുക്കാം? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവിടെ നിന്ന് എടുക്കും നമ്മള്? ലീഡ് ടൈം ഹൈ ആണ്. അതുപോലെ തന്നെ റിസർവ് സ്റ്റോക്കിൽ നിന്നല്ലേ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാവുമല്ലേ റിസർവ് സ്റ്റോക്ക്. ഇപ്പൊ ഹോസ്പിറ്റൽ ആയാലും ഏത് മെറ്റീരിയൽ ആയാലും നമ്മൾ ഇത് ചെയ്യും, ഒരു കരുതി വെച്ചിട്ടുണ്ടാവും. കരുതൽ സ്റ്റോക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് അതെടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? റിസർവ് സ്റ്റോക്ക് എന്താണ് മാം? റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് കരുതൽ സ്റ്റോക്ക് ആണ്. റിസർവ് സ്റ്റോക്കിന്റെ അന്തർ നെയിമാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമ്മള് മെഡിസിൻസിന്റെ ഉപയോഗം കൂടാം. അതാണ് കൺസ്യൂമിംഗ് റേറ്റ്. മെഡിസിൻസിന്റെ ഉപയോഗം കൂടുമ്പോൾ കൺസ്യൂമിംഗ് റേറ്റ് എന്താണ്? ഹൈ ആവുകയും അതുപോലെ തന്നെ മെഡിസിൻസ് ചിലപ്പോൾ ഓർഡർ ചെയ്തിട്ട് അത് കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരാം, വൈകാം. അട്ടായിരുന്നു. അപ്പൊ കൺസ്യൂമിംഗ് റേറ്റ് ഹൈ ആവുന്ന അവസ്ഥയല്ലേ. നമ്മുടെ കയ്യിൽ ആ സ്റ്റോക്ക് ഉണ്ടാക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻസിന് അത് ആവശ്യമായിട്ട് വരുമ്പോ കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഇനി നോക്കി, റിസർവ് സ്റ്റോക്ക് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണം കേട്ടോ. ഇനി റീ ഓർഡർ ലെവൽ ഓർ റീ ഓർഡർ പോയിന്റ്.
is the stock level of any item in economic order quantity terms that can be disposed of so that the order can arrive in time to keep away from stock out. എന്താണ് റീഓർഡർ പോയിന്റ് അല്ലെങ്കിൽ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്? എപ്പോഴും നമ്മൾ സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്ത് വെക്കണം? എന്ത് ചെയ്ത് വെക്കേണ്ടത്? സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ സ്റ്റോക്ക് റീഓർഡർ ചെയ്ത് വെക്കണം. ഫാർമസിയിലൊക്കെ മെഡിസിൻസ് തീരാൻ പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അത് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടേ? അല്ലെങ്കിൽ എന്താണ്, ആളുകൾ വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? റീഓർഡർ ലെവൽ അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞാല് എപ്പോഴും സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? റീഓർഡർ ചെയ്ത് വെച്ച് കൊടുക്കണം. അതാണ് റീഓർഡർ ലെവൽ അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് റീഓർഡർ ലെവൽ അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ്. അതുപോലെ തന്നെ ബഫർ സ്റ്റോക്ക് ഓർ റിസർവ് സ്റ്റോക്ക്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേറ്റഡ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ടൈംസ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡ്. 3 രീതിയിലാണ് നമ്മൾ ഓർഡർ നടത്തുന്നത്. 3 രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? സൈക്ലിക്കൽ ഓർഡർ എന്നാക്കണം കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. ലാസ്റ്റ് വൺ ടു ബിൻ സിസ്റ്റം. 3 രീതിയിൽ നമുക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാം. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, ടു ബിൻ സിസ്റ്റം. ഓക്കെ, cyclical order system എന്താണെന്ന് നോക്കാം. This system is the fixed interval order of periodic review system. എന്താ പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൃത്യമായ ഫിക്സഡ് ഇന്റർവെൽസിൽ അല്ലെങ്കിൽ ഫിക്സഡ് ഇന്റർവെല്ലിൽ കൂടുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? അവരിൽ നിന്ന് ഓർഡർ ചെയ്തു വരുന്നു. അതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് കൃത്യമായിട്ടുള്ള ഫിക്സഡ് ഇന്റർവെൽസ് കൂടുമ്പോൾ അവരിൽ നിന്ന് ഓർഡർ ചെയ്തു വരുന്നു. കിട്ടിയോ? എന്താണെന്നുള്ളത് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. ഓരോ ഫിക്സഡ് ഇന്റർവെൽസ് കൂടുമ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഓരോ ഫിക്സഡ് ഇന്റർവെൽസ് കൂടുമ്പോഴും അവരിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു. ഓക്കെ. ഇനി എന്താണ്?
ഇനി നെക്സ്റ്റ് ആണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. This system is based on ordering fixed quantities at different intervals. എന്താണ്? പല ഇടവേളകളിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തു വരുന്നതിനെയാണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഇന്റർവെൽസിൽ. അപ്പോ നമ്മള് ആദ്യം പറഞ്ഞത് സൈക്ലിക്കൽ ഓർഡർ ആയിരുന്നു. അവിടെ എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള ഇന്റർവെൽസ് ആണ് പറഞ്ഞത് അല്ലെ. ഇനി ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റത്തിൽ വരുമ്പോൾ എന്താണ്? ഡിഫറെന്റ് ഇന്റർവെൽസിൽ പല പല ഇടവേളകളിൽ എന്ത് ചെയ്യുന്നത്? ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിക്സഡ് ക്വാണ്ടിറ്റിയിലാണ് ഓർഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് മെഡിസിൻസോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ നീഡിൽസ് ഒക്കെ ഫാർമസിയിലോട്ട് ഓർഡർ ചെയ്യുമ്പോൾ എന്താണ്? ഇത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെ, ഫിക്സഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുന്നത്. അപ്പോ എന്താണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പല ഇന്റർവെൽസിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയിലാണ് ഓർഡർ ചെയ്യുന്നത്. കിട്ടിയില്ലേ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, അതുപോലെ ടു പിൻ സിസ്റ്റം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയതിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തിന്റെ അടിയിൽ ആ ഫിക്സഡ് ഇന്റർവെൽസ് എന്നുള്ളതൊന്ന് അടയാളപ്പെടുത്തും കേട്ടോ. അതുപോലെ തന്നെ ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റത്തില് ഡിഫറെന്റ് ഇന്റർവെൽസ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ടു ബിൻ സിസ്റ്റം എന്താണ്? When the item cannot be measured on the basis of any pre-agreed value or terms, the order will be placed on the basis of logical reasoning after inquiring the volume contained in the containing box. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മള് ചില ഐറ്റംസ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണല്ലോ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പൊ ഓർഡർ നിങ്ങൾ കണ്ടിട്ടില്ലേ? വൈറ്റ് കളറ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാണാത്തവര് നെറ്റിൽ ഒന്ന് അടിച്ചു കൊടുത്താല് അതിന്റെ പിക്ചർ കിട്ടും കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യുന്ന ആ പൗഡർ, വൈറ്റ് കളർ പൗഡർ. അതുപോലെ തന്നെ നമ്മൾ മുറിവൊക്കെ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന തുണിയില്ലേ, എന്താണ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ തുണിയൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനെ ഇത്ര എണ്ണം വെച്ച് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഇത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫിക്സഡ് ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഓർഡർ. ഇങ്ങനെയുള്ള പൗഡറൊക്കെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ പാക്കറ്റിൽ അനുസരിച്ചിട്ട് ഈ പാക്കറ്റിലാണല്ലോ അത് വരുന്നത്. അപ്പൊ എന്താണ്? ചിലപ്പോ കാഭാഗം ഉണ്ടാവാം ബാക്കിയുള്ളത്. അതുപോലെ തന്നെ എന്താണ് ചിലപ്പോ അര പാക്കറ്റ് ഉണ്ടാവാം. നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരു നിശ്ചിത വോളിയം, ഇനി ഇത്ര വോളിയം ബാക്കിയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഓർഡർ കൊടുക്കുന്നത്? ഇങ്ങനെ നമുക്ക് ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിലൊന്നും അല്ലെങ്കിൽ എന്താണ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ഓർഡർ, അല്ലെങ്കിൽ എത്ര എണ്ണം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ എത്ര പാക്കറ്റ്, അല്ലെങ്കിൽ എന്താണ് ഭാഗമുണ്ട്, അല്ലെങ്കിൽ ഒരു അര പാക്കറ്റ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ടു ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ടു ബിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഐറ്റംസ് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നമ്മൾക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. അതുള്ള ബോക്സിൽ എത്രത്തോളം വോളിയം ഇനി ബാക്കിയുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പാക്കറ്റിൽ ചിലപ്പോൾ 3/4 ഭാഗം ഉണ്ടാവാം, അല്ലെങ്കിൽ അര ഭാഗം ഉണ്ടാവാം, 4 പാക്കറ്റ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് ഏകദേശം ഒരു ഓർഡർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ടു ബിൻ സിസ്റ്റം. ക്ലിയർ ആണോ? ഇപ്പൊ 3 രീതിയിലാണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. ക്ലിനിക്കൽ ഓർഡർ സിസ്റ്റം ഉണ്ട്, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ഉണ്ട്, അതുപോലെ ടു ബിൻ സിസ്റ്റം ഉണ്ട്. ക്ലിനിക്കൽ ഓർഡർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഓർഡർ കൊടുക്കുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മള് ഫിക്സഡ് ഇന്റർവെൽസ് ഫിക്സഡ് ഇന്റർവെൽസ് കൂടുമ്പോ ഓർഡർ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റത്തിൽ എങ്ങനെയാണ്? പല അല്ലെങ്കിൽ ഡിഫറെന്റ് ഇന്റർവെൽസിൽ
ഫിക്സഡ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ ട്യൂബിംഗ് സിസ്റ്റത്തിൽ നമുക്ക് എന്താണ് ഇത്ര മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ ആ പാക്കേജിലൊക്കെ ആണെങ്കിലും കാൽഭാഗം ഉണ്ടാവാം, അല്ലെങ്കിൽ ഭാഗമൊക്കെ ഉണ്ടാവാം. അതനുസരിച്ച് നമുക്ക് ഓർഡർ പറയാനായിട്ട് സാധിക്കുള്ളൂ. ആണോ? മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ. ട്യൂബിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലേ ചില ഐറ്റംസ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞ പൗഡർ ആണ്, ഒരു വൈറ്റ് കളർ പൗഡർ. അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് എന്താണ് ഇത്ര എണ്ണം വേണം അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ബാക്കിയുണ്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പൊ എന്താണ് ആ പാക്കറ്റിൽ എത്ര ബാക്കിയുണ്ട്? ചിലപ്പോ കാൽഭാഗം ഉണ്ടാവാം, അല്ലെങ്കിൽ അര പാക്കറ്റ് ഉണ്ടാവാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ട്യൂബിംഗ് സിസ്റ്റത്തിൽ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് മുറിവ് നമ്മള് എന്താ റാപ്പ് ചെയ്ത തുണികളൊക്കെ ഉണ്ടാവില്ലേ, വൈറ്റ് കളർ തുണി, അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇത്ര എണ്ണം വേണം അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? തുണികൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ഇത് റാപ്പ് ചെയ്ത അല്ലെങ്കിൽ എന്താണ് അത് റോള് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര എണ്ണം വേണം അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതനുസരിച്ചിട്ട് അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ ആയാലും എന്താണ് ഭാഗം ഉണ്ടാവാം, അരപ്പാക്കറ്റ് ഉണ്ടാവാം. അതനുസരിച്ചിട്ടാണ് നമുക്ക് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ട്യൂബിംഗ് സിസ്റ്റം. ക്ലിയർ ആയില്ലേ? മൂന്ന് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ക്ലിനിക്കൽ ഓർഡർ സിസ്റ്റം, അതുപോലെ തന്നെ ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാം. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. നമ്മളൊരു വീട്ടിലൊക്കെ സാധനങ്ങള് വാങ്ങിക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ? അതുപോലെ ഹോസ്പിറ്റൽ ആയാലും പല രീതിയിൽ സാധനങ്ങൾ അല്ലെങ്കിൽ ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നോക്കി? ഫസ്റ്റ് നോക്കി ബൾക്ക് സ്റ്റോറേജ്. എന്താണ്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് അല്ലേ, ബൾക്കായിട്ട് അവർ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിൽ വരുന്ന ഐറ്റംസ് പറയാൻ പറ്റുമോ? എക്സാമ്പിള് ഏതെങ്കിലും ഐറ്റംസ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ പറയാൻ പറ്റും? ഓർത്ത് നോക്കിയോ? പേപ്പേഴ്സ് അല്ലെ, പേപ്പേഴ്സ് പറയാം. അതുപോലെ A4 ഷീറ്റുകള്, കവറുകള് അല്ലെ, ബുക്കുകള് പറയാൻ പറ്റില്ലേ? ബുക്സ്, അങ്ങനെയുള്ള ഐറ്റംസ് കേട്ടോ. ഇനി എന്താണ്? ഷെൽഫ് സ്റ്റോറേജ്. ഷെൽഫില് അവർ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. ചില ഐറ്റംസ് റെക്കോർഡുകള് അങ്ങനെയുള്ള ഐറ്റംസുകൾ, ഡോക്യുമെന്റ്സുകളൊക്കെ ഷെൽഫിലാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ ബിൻ സ്റ്റോറേജ്. ബിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓരോ ബോക്സിലോ അല്ലെങ്കിൽ ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് ബിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓരോ ബോക്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഓരോ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനെയാണ് ബിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ബോക്സിലോ കണ്ടെയ്നറിലോ ആക്കി സ്റ്റോർ ചെയ്യുന്നതിനെ. ഇനി എന്താണ്? ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്. എക്സാമ്പിൾ ഫ്രിഡ്ജ് അല്ലെ, ടെക്നിക്കൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറേജ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതൊക്കെ ഏതാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? കമ്പ്യൂട്ടേഴ്സ് വരാം, ഫ്രിഡ്ജ് വരാം, അങ്ങനെയുള്ള ഐറ്റംസ്. എന്താണ്? എവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്. എക്സാമ്പിൾ സ്പിരിറ്റ്. എന്താണ് എവാപറേറ്റീവ് എന്ന് പറഞ്ഞാല്? എവാപറേറ്റീവ് എന്താണ്? ബാഷ്പീകരണം അല്ലെ. വെരി ഗുഡ്. ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സ്. എവാപറേറ്റീവ് എന്ന് പറഞ്ഞാല്
ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സിനെ പറയുന്നതാണ് സ്പിരിറ്റ്. എക്സാമ്പിൾ എന്താണ്? ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്. എക്സാമ്പിൾ മെർക്കുറി, സിംഡെക്സ്. സിംഡെക്സ് എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് ലിക്വിഡിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ്. ഇപ്പോ എന്താണ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഇപ്പോ ഫിനോയില്, ഡെറ്റോള് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് വരുന്നത് കേട്ടോ. ഇനി എന്താണ്? വോളാറ്റിൽ. വോളാറ്റിൽ easily evaporated at standard temperature. എന്താണ്? നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന സാധനങ്ങൾ. മനസ്സിലായോ? നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന ഐറ്റംസ്, സാധനങ്ങൾ, അതിനെയാണ് വോളാറ്റിൽ എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ക്ലോറോഫോം, ആൽക്കഹോൾ ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? വോളാറ്റിലിന് എക്സാമ്പിൾ ആണ്. ഈസിലി ഇവാപറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന സാധനങ്ങള് ക്ലോറോഫോം ഉണ്ട്, അതുപോലെ ആൽക്കഹോൾ. ഇതൊക്കെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജിൽ വരുന്നത്. ബൾക്ക് സ്റ്റോറേജ് ഉണ്ട്, ഷെൽഫ് സ്റ്റോറേജ് ഉണ്ട്, പെയിൻ സ്റ്റോറേജ് ഉണ്ട്, ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്, ഇവാപറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്, ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്, വോളാറ്റിൽ. ഇനി നോക്കിയേ, ടൈപ്സ് ഓഫ് സ്റ്റോർസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ പല രീതിയിൽ നമുക്ക് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാം അല്ലെ. സ്റ്റോറുകളുണ്ട്, ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്റ്റോറുകൾ. ഏതൊക്കെയാണ്? ഡ്രഗ് സ്റ്റോർസ്, സർജിക്കൽ സ്റ്റോർസ്, അനസ്തെറ്റിക് സ്റ്റോർസ്, കിച്ചൺ സ്റ്റോർസ്, ലിനൻ സ്റ്റോർസ്, ലാസ്റ്റ് വൺ ജനറൽ സ്റ്റോർസ്. എന്താണ് ഡ്രഗ് സ്റ്റോർസ് എന്ന് പറഞ്ഞാല്? ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ടത് മെഡിസിൻ സ്റ്റോർ. അതുപോലെ സർജിക്കൽ സ്റ്റോർ. എന്തൊക്കെയാണ് സർജിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞാല്? എക്യുപ്മെന്റ്സ് അല്ലെ, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതാണ് സർജിക്കൽ സ്റ്റോർസ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? അനസ്തെറ്റിക് സ്റ്റോർസ്. അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് അല്ലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ സ്റ്റോറിനെയാണ് നമ്മൾ അനസ്തെറ്റിക് സ്റ്റോർ എന്ന് പറയുന്നത്. ഇനി കിച്ചൺ സ്റ്റോർസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിച്ചൺ, ഫുഡ് ഐറ്റംസ്. നമ്മൾ പാഠം പഠിച്ചിട്ടില്ലേ? ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഏതാ? ഓർമ്മയുണ്ടോ? ഡയറ്ററി. വെരി ഗുഡ്. ഓക്കെ. ഇനി എന്താ? ലിനൻ. ലിനൻ സ്റ്റോർസ് ചെയ്താ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലിനൻ. ക്ലോത്ത്, അല്ലെ, ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലിനൻ സ്റ്റോർസ്. ഇനി ജനറൽ സ്റ്റോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലില് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതാണ് ജനറൽ സ്റ്റോർസ് എന്ന് പറയുന്നത്. ജനറൽ സ്റ്റോർസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങള്. ഡ്രഗ് സ്റ്റോർസ് ഉണ്ട്, സർജിക്കൽ സ്റ്റോർസ് ഉണ്ട്, അനസ്തെറ്റിക് സ്റ്റോർസ് ഉണ്ട്, കിച്ചൺ സ്റ്റോർസ് ഉണ്ട്, ലിനൻ സ്റ്റോർസ് ഉണ്ട്, ജനറൽ സ്റ്റോർസ് ഉണ്ട്. വായിച്ചു നോക്കിയേ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജും അതുപോലെ ടൈപ്സ് ഓഫ് സ്റ്റോർസ് ഇൻ ഹോസ്പിറ്റൽ. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം.
ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് നോക്കിയേ, സിറ്റുവേഷൻസ് ഓഫ് സ്റ്റോർസ്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ എന്നാക്കണം കേട്ടോ. ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർസ് ആർ. ലൊക്കേഷനുമായിട്ട്, ഓരോ സ്റ്റോറിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഫാക്ടേഴ്സ്. Factors determining location of the store. First one എന്താണ്? Closeness to the user. എന്താ പറയുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് ഉപയോഗിക്കുന്നത് അതിന്റെ അടുത്തായിരിക്കണം സ്റ്റോർ വരേണ്ടത്. പറഞ്ഞപ്പോ മനസ്സിലായോ വല്ലതും? ഫോർ എക്സാമ്പിൾ പറയാം, ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് ഏത് സ്റ്റോർ ആയിരിക്കണം വരേണ്ടത്, അല്ലെങ്കിൽ എന്താ വരേണ്ടത്? അതിന്റെ അടുത്ത് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ഏത് സ്റ്റോറാണ് വരേണ്ടത്? സർജിക്കൽ സ്റ്റോഴ്സ്. അല്ലെങ്കിൽ എന്താ, ഫാർമസി വരണ്ടേ? ഫാർമസി അല്ലെ ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? സർജിക്കൽ സ്റ്റോഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഫാർമസി. മരുന്നുകൾ വേണോ അല്ലെ? മരുന്നുകൾ വേണ്ടി ആവശ്യത്തിന്. അപ്പൊ ഓക്കെ, കുറെ കാര്യങ്ങൾ വരുന്നുള്ള സ്റ്റോറുകള്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ആവശ്യമാണ്. അനസ്തേഷ്യ സ്റ്റോർ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അവിടെ, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അവിടെ എന്ത് വേണം? ഫാർമസി അല്ലെങ്കിൽ എന്താണ്, അനസ്തേഷ്യ സ്റ്റോർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അടുത്ത് തന്നെ വേണം. അതാണ് ക്ലിയർനെസ് ടു ദ യൂസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഉപയോഗിക്കുന്നത്, ആ സ്റ്റോർ ഉപയോഗിക്കുന്നത് അതിന്റെ അടുത്തായിരിക്കണം ആ സ്റ്റോർ വരേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. ഭാവിയിൽ വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഈ സ്റ്റോറിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഭാവിയില് വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഈ സ്റ്റോറിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്, അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾ അല്ലെ. ഞാൻ പറഞ്ഞു എന്താണ്, ഇപ്പൊ നമ്മള് പല മെറ്റീരിയൽസ് ഓർഡർ കൊടുക്കും അല്ലെ, മെഡിസിൻസ് ആയാലും അതുപോലെ തന്നെ എന്താണ് പല മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ കൊടുക്കാറുണ്ട്. അപ്പൊ ഓർഡർ കൊടുക്കുമ്പോ എന്താണ്, വാഹനത്തിലാണല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ വാഹനത്തില് പോകാനായിട്ടും കൊണ്ടുവരാനായിട്ടും ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള അവൈലബിലിറ്റി, വാഹനങ്ങൾക്ക് വരുന്നതിനും പോകുന്നതിനുമായിട്ടുള്ള സൗകര്യങ്ങള് അവൈലബിൾ ആയിരിക്കണം. അതുപോലെ പാർക്കിംഗ് ആൻഡ് അൺലോഡിങ് അല്ലെ, പറഞ്ഞു, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അൺലോഡിങ് എന്ന് പറയുന്നത് വാഹനത്തിൽ നിന്ന് സാധനങ്ങൾ അൺലോഡ് ചെയ്യാൻ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങളും ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ്, ടേണിംഗ് സ്പേസ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഓരോ സാധനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഓരോ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സൗകര്യം ആ സ്റ്റോറിന്, നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ആ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. അതാണ് ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്. ഓരോ ഐറ്റംസ് കൊണ്ടുവരുമ്പോഴും ആ സ്റ്റോറില് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള സ്പേസ്, വെക്കാനുള്ള രീതിയിലുള്ള സ്പേസ് ആ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ. ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സേഫ് ആയിട്ട് ഡേഞ്ചറസ് മെറ്റീരിയൽസ് നമുക്കറിയാം, എന്താണ് ടെക്സ്റ്റോൾസ് ഉണ്ട്, മെർക്കുറി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമ്പോ അത് നല്ല രീതിയിൽ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സൗകര്യം ആ സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ്, സേഫ്റ്റി അല്ലെ. അവിടെയുള്ള സാധനങ്ങൾ വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ ഓരോ സ്റ്റോറിൽ. അപ്പൊ ഓരോ സ്റ്റോറിലും പണിയെടുക്കുന്ന ആളുകളായാലും അവിടെ കൊണ്ടുവരുന്ന ഐറ്റംസിനായാലും സേഫ്റ്റി ഉറപ്പുവരുത്തണം. പിന്നെ എന്താണ്, ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് തീപിടുത്തം. കേട്ടിട്ടില്ല തീപിടുത്തം എന്നുള്ളത്? ചിലപ്പോ സ്റ്റോറിന് തീപിടിക്കാല്, കടയ്ക്ക് തീപിടിക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ സ്റ്റോറിനൊക്കെ തീപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവിടെ നിന്നുള്ള സ്റ്റാഫുകളെ പെട്ടെന്ന് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആ സ്റ്റോറിലുള്ള ഐറ്റംസുകൾ പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള സൗകര്യം ആ സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. പെട്ടെന്നൊക്കെ തീപിടുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആളുകളെ അവിടത്തെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകളെ മാറ്റുന്ന രീതിയിൽ അതുപോലെ തന്നെ അവിടെ നിന്ന് സാധനങ്ങളെ പെട്ടെന്ന് എടുത്ത് മാറ്റാനായിട്ടുള്ള സൗകര്യവും ആ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടറീസിൽ വരുന്നത്. ഓക്കെ, ക്ലോസർനെസ് ടു ദ യൂസർ അല്ലെ. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ആ സ്റ്റോർ അത് യോജിച്ചതായിട്ടുള്ള സ്റ്റോർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിപുലീകരിക്കാൻ രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം ആ സ്റ്റോറിനുണ്ടായിരിക്കുന്നത്. അതുപോലെ വെഹിക്കിളിന്റെ അവൈലബിലിറ്റി വരുന്നതിന് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വെഹിക്കിളിന്റെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. പാർക്കിംഗ് ചെയ്യാനായിട്ടും സാധനങ്ങള് അൺലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങള് ആ സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഓരോ സ്റ്റോറിലുള്ള സാധനങ്ങൾ നല്ല രീതിയിൽ സേഫ് ആയിട്ട് വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് സേഫ് ആയിട്ട് വെക്കാനായിട്ടുള്ള സൗകര്യം ആ സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. അതുപോലെ അവിടെ പണി ചെയ്യുന്ന ആളുകൾക്കായാലും ആ സ്റ്റോറിൽ വരുന്ന മെറ്റീരിയൽസിനായാലും നല്ല രീതിയിലുള്ള സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആളുകളെ പെട്ടെന്ന് മാറ്റുന്നതിനും അതുപോലെ തന്നെ അവിടെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് എടുത്ത് മാറ്റാനായിട്ടുള്ള സൗകര്യം ആ സ്റ്റോറിന് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ. എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണോ? ജസ്റ്റ് വായിക്കാനല്ലേ ഉള്ളൂ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കിയേ. ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർസ്. നമ്മൾ സ്റ്റോർസിൽ ചില റെക്കോർഡ്സ് ഒക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഏതൊക്കെ റെക്കോർഡ്സ് ആണ്? സ്റ്റോർസ് മാനുവൽ. എന്താണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറഞ്ഞാല്? ഓരോ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടി ടൈമിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാട്ടോ മിസ്. എഴുതിയെടുത്തോളൂ കേട്ടോ. സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അവിടുത്തെ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി ടൈമിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട് വരുന്നുണ്ടോ? സ്റ്റോർസ് മാനുവൽ എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങള് എന്തൊക്കെയാണ്, അവിടെ വരുന്ന സ്റ്റാഫിന്റെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ബുക്കാണ് അല്ലെങ്കിൽ മാനുവൽ ആണ് സ്റ്റോർസ് മാനുവൽ. ഇനി പർച്ചേസ് റിക്വസിഷൻ എന്താണ്? പഠിച്ചിട്ടുണ്ടല്ലോ. പർച്ചേസ് റിക്വസിഷൻ ഓർമ്മയുണ്ടോ? പർച്ചേസ് റിക്വസിഷൻ എന്താണ്? റിക്വസിഷൻ ഓർമ്മയില്ല? അഭ്യർത്ഥന.
തന്നെ അഭ്യർത്ഥന. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന അഭ്യർത്ഥന, അതിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ പഠിച്ചില്ലേ? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് അവരെന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും അല്ലെ, ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. അതിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന അഭ്യർത്ഥന. ഈ പർച്ചേസ് പ്ലാനിങ് എന്താണ്? പർച്ചേസ് പ്ലാൻ എന്ന് പറഞ്ഞാല് പർച്ചേസ് എങ്ങനെ ചെയ്യണം എന്നുള്ള ആസൂത്രണം അല്ലെ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസൂത്രണം ചെയ്യാം. നമ്മൾ എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള ആസൂത്രണം. ക്ലിയർ ആയില്ലേ? 3 കാര്യങ്ങളും. സ്റ്റോഴ്സ് മാനുവല്, പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് പ്ലാൻ. ഇനി പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എന്താ? പഠിച്ചതാണ് നമ്മള്. പർച്ചേസ് ഓർഡർ ആരൊക്കെ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്? ലീഗൽ എഗ്രിമെന്റ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർഡർ ചെയ്യുന്നതാണ്. ആരൊക്കെ തമ്മിലാണ് എഗ്രിമെന്റ് നടത്തുന്നത്? സെല്ലറും പിന്നെ സെല്ലറും ബയറും അല്ലെ, കസ്റ്റമറും സെല്ലറും. ഓക്കെ, കസ്റ്റമറും സെല്ലറും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ്, അല്ലെങ്കിൽ സെല്ലറും ബയറും തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. ഇനി ഡെലിവറി ചലാൻ. എന്താ ഡെലിവറി ചലാൻ? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്ന ഫോർമൽ ഡോക്യുമെന്റിനെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഫോർമൽ ഡോക്യുമെന്റ്, അതിനെയാണ് ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഫോർമൽ ഡോക്യുമെന്റ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഡെലിവറി ചലാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്താ? സ്റ്റോറിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണോ സപ്ലയറിൽ നിന്ന് വന്നിരിക്കുന്നത് അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലയർക്ക് ഓർഡർ കൊടുക്കുന്നു, അവർ നമ്മുടെ കയ്യിൽ എത്തിക്കോലെ റിസീവ് ചെയ്തു വരുന്നുണ്ട്. ആ റിസീവ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതാണ് നമ്മള് ഈ ഗുഡ്സ് റിസീവ്ഡ് നോട്ടില് രേഖപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? സ്റ്റോറിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് സപ്ലയറിൽ നിന്നും വന്നിരിക്കുന്നത്, അതാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ടില് ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഗുഡ്സ് റിട്ടേൺ നോട്ട് എന്തായിരിക്കും? റിട്ടേൺ നോട്ട് ഗുഡ്സ് റിസീവ്ഡിന്റെ ഓപ്പോസിറ്റ് അല്ലെ. എന്താണ്? ഡാമേജ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഇതാണ്, നോട്ടാണ് എന്ത്? റിട്ടേൺ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ചില ഹോസ്പിറ്റലുകൾ തന്നെ അവര് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മരുന്നുകള് ഉത്പാദിപ്പിക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ നടത്തും. അവര് തന്നെ അവരുടെ ഹോസ്പിറ്റലില് മരുന്നുകള് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ മരുന്നുകള് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ചില മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വന്നേക്കാം. ആ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. കിട്ടിയോ എന്താണെന്ന്? മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞാല് ചില ഹോസ്പിറ്റലുകള് അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ മരുന്നുകള് ഉത്പാദിപ്പിക്കും. അപ്പൊ മരുന്നുകൾ ഉത്പാദിപ്പിക്കുമ്പോൾ അവർക്ക് എന്താണ്? ചില മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുമല്ലോ. ആ മെറ്റീരിയൽസ് കിട്ടുന്നതിനുള്ള അഭ്യർത്ഥന, അതിനെയാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മെറ്റീരിയൽസ് റിക്വസിഷൻ എഴുതിയെടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ എക്സാമിന് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവില്ല എന്താണെന്നുള്ളത് കേട്ടോ. കിട്ടിയോ മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്? ഇനി എന്താണ്? പിൻ കാർഡ് എന്താണ്?
സ്റ്റോറിൽ ഐറ്റംസിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത് ബിൻ കാർഡ് എന്ന് പറയുന്നത്. സ്റ്റോറിൽ ഐറ്റംസിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. സ്റ്റോറിൽ സ്റ്റോക്ക് പൊസിഷൻ, ഐറ്റത്തിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ബിൻ കാർഡ്. ഇനി സ്റ്റോർസ് ലെഡ്ജേഴ്സ്. എന്താ സ്റ്റോർസ് ലെഡ്ജേഴ്സ്? സ്റ്റോർസ് ലെഡ്ജേഴ്സ് എന്താ? ഒരു സ്റ്റോറിൽ എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട് എന്നത് കമ്പ്യൂട്ടറിൽ നമ്മൾ രേഖപ്പെടുത്തില്ലേ? ലെഡ്ജർ ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കില്ലേ? അതിനെയാണ് നമ്മൾ സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഒരു സ്റ്റോറില് ആ ഐറ്റത്തിന്റെ സ്റ്റോക്ക് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റോക്കുകൾ ഉള്ളത്, അത് നമ്മൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് സ്റ്റോർസ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റോറിൽ എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട് എന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് വന്നാണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. എന്തായിരിക്കാം ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ? എന്തായിരിക്കാം ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുമ്പോ? വെരി ഗുഡ്. എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ എന്താണ് കാലാഹരണപ്പെട്ടത്, ഉപയോഗശൂന്യമായിട്ടുള്ള ഐറ്റംസ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെ? അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്താണ് രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്റർ ആണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അല്ലെ സ്റ്റോർസിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡ്സുകളുണ്ട്, സൂക്ഷിച്ചു വെക്കുന്ന റെക്കോർഡ്സുകളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. സ്റ്റോർസ് മാനുവൽ, അതുപോലെ പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് പ്ലാൻ, പർച്ചേസ് ഓർഡർ, ഡെലിവറി ചലാൻ, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, ഗുഡ്സ് റിട്ടേൺ നോട്ട്, മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്, പിൻ കാർഡ്, സ്റ്റോർസ് ലെഡ്ജർ, ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. കിട്ടിയില്ലേ? ഓക്കെ ആണോ? എല്ലാ പോയിന്റും ക്ലിയർ ആയോ? ഓക്കെ. പിൻ കാർഡ് പറയണോ? പിൻ കാർഡ് പറഞ്ഞുതരാലോ. സ്റ്റോർസിൽ ഐറ്റംസിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പിൻ കാർഡ് എന്ന് പറയുന്നത്. സ്റ്റോറിൽ ഐറ്റത്തിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് പിൻ കാർഡ് എന്ന് പറയുന്നത്. സ്റ്റോറില് ഐറ്റത്തിന്റെ സ്റ്റോക്ക് പൊസിഷൻ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡ്, അതിനെയാണ് പിൻ കാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു പോർഷൻ കൂടി നമുക്ക് നോക്കാം കേട്ടോ. സ്റ്റോർ വേരിയേഷൻസ്. സ്റ്റോറിൽ എങ്ങനെയൊക്കെയാണ് വേരിയേഷൻസ് വരുന്നത്? എങ്ങനെയൊക്കെയാവാം? ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്. നമ്മൾ പറഞ്ഞല്ലോ ലെഡ്ജർ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കോ അല്ലെ, കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലേ. അങ്ങനെ രേഖപ്പെടുത്തുമ്പോ റോങ് എൻട്രീസ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തുമ്പോ സ്റ്റോറില് വേരിയേഷൻസ് സംഭവിക്കാം. അതുപോലെ എന്താണ് ഷോർട്ടേജുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഓവറായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സ്റ്റോക്കില് വേരിയേഷൻസ് സംഭവിക്കാം. പിന്നെന്താണ് പറയുന്നത്? ഇപ്പോ നമ്മൾ പറഞ്ഞു ഓരോ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഓരോ ബോക്സിലോ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അതാതിന്റെ കണ്ടെയ്നർ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അതാതിന്റെ ബോക്സ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഒരൈറ്റം അതിന്റെ ബോക്സിൽ ഇടാതെ വേറൊരു ബിൻ കാർഡിൽ വേറൊരു കണ്ടെയ്നറിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തുണ്ടാവും? സ്റ്റോക്കില് വേരിയേഷൻസ് സംഭവിക്കാം.
അതാണ് കെപ്റ്റ് ഇൻ റോങ് ബിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഓരോ ഐറ്റംസ് ബോക്സിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആക്കി സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പൊ അതാതിന്റെ ബോക്സിലാണ് കൊണ്ടുപോയി സൂക്ഷിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഒരു ഐറ്റംസ് വന്നു, ഐറ്റം അതിന്റെ കണ്ടെയ്നറിൽ ഇടാതെ വേറെ ബോക്സിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാൻ പറ്റും? എന്ത് സംഭവിക്കുന്നുണ്ടാവും? സ്റ്റോക്കില് വേരിയേഷൻസ് കാണിക്കും. പിന്നെ എന്താണ് പിൽഫ്രേജ്? എന്താണ് പിൽഫ്രേജ്? പിൽഫ്രേജ് എന്താ? മോഷണം സംഭവിക്കാം അല്ലെ? ഓവറായിട്ട് ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് സ്റ്റോറില് സ്റ്റോക്ക് കൺട്രോളിംഗ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ മോഷണം അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലെ? അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്താണ് അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുമില്ല, നോക്കാനായിട്ട് ആരില്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ആ സ്റ്റോറിൽ നിന്ന് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എടുത്തിട്ട് കൊണ്ടുപോകും അല്ലെ? അങ്ങനെയും ഇത് സംഭവിക്കുന്നുണ്ട്, സ്റ്റോക്കില് വേരിയേഷൻസ് സംഭവിക്കാം. പിന്നെ എന്താണ് ഇവാപൊറേഷൻ? പറഞ്ഞില്ലേ നമ്മൾ എന്താണ് സാധനങ്ങൾ ബാഷ്പീകരിച്ചു പോകുന്നത്. ചിലപ്പോ ഐറ്റം സ്പിരിറ്റ് ഒക്കെ ആണെങ്കിൽ ഫുൾ കുപ്പി ഉണ്ടാവും, ചിലപ്പോ എന്താണ് ബാഷ്പീകരിച്ച് പോയി കഴിഞ്ഞാല് അതിനകത്ത് വേരിയേഷൻസ് കാണിക്കാം. പിന്നെ എന്താണ് വേസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ? നമ്മൾ പറഞ്ഞല്ലോ എന്താണ് എക്സ്പയറി ആയിട്ടുള്ള ഐറ്റംസ്, ഡാമേജ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ എന്താണ് കാലാഹരണപ്പെട്ടത് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ഐറ്റംസ്, ഉപയോഗശൂന്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് വേസ്റ്റഡ് ആയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കില് വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്താണ് സ്റ്റോക്കില് വേരിയേഷൻസ് കാണിക്കുന്നതിന്റെ കാരണങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് പിൽഫ്രേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ മിസ് എന്താണ് പിൽഫ്രേജ് എന്ന് പറഞ്ഞാല് മോഷണം എന്നാണ്. അതൊരു സെന്റൻസ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ്സ് ഓഫ് ലോ വാല്യൂ, കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ് ഓഫ് ലോ വാല്യൂ, കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ മോഷണം നടത്തുന്നതിനെയാണ് പിൽഫ്രേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ച് വെച്ച് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. ചോദിക്കാം എന്താണ് പിൽഫ്രേജ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ് ഓഫ് ലോ വാല്യൂ എന്താണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങള്? ഓക്കെ ആണോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങള് അടുത്ത ദിവസം വരുമ്പോ വായിച്ച് മനസ്സിലാക്കി വരാം. ഓക്കെ, താങ്ക് യു.